ഒരു ബിസ്ക്കറ്റ് കഴിക്കാൻ കൊട്ട്. പാല് പാല് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പാല് കുടിക്കണേ. മക്കൾ ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞാ ചോറുണ്ണാൻ പറയത്തില്ല. പക്ഷെ മൊത്തം കഴിക്കോ? മൊത്തം കഴിക്കാൻ ഭയങ്കര ഹെൽത്തി ഫുഡാണല്ലോ കൊടുക്കണത്. കഴിച്ചോട്ടെ കഴിച്ചോട്ടെ, എന്തെങ്കിലൊക്കെ പോട്ടെ. ആരേ ചോറ് കണ്ടുപിടിച്ചേ? ആർക്കറിയാം, എന്തായാലും ഞാനല്ല. എന്താണേലും ഞാനും അല്ല. അല്ല കല്ലൂസേ, ഈ ചോറ് കണ്ടുപിടിച്ച ആളെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കല്ലൂസ് എന്ത് ചെയ്യും? ഒരു കല്ലും ചോറ് കൊടുക്കും. ഒരു കല്ലോ? ഓ, ഇപ്പൊ ബിസ്ക്കറ്റും പാലും ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ. അമ്മൂമ്മ പറഞ്ഞോണ്ട് കഴിക്കുന്നേ. അപ്പൊ ഞാൻ അമ്മൂമ്മയല്ലേ? പടവലത്തെ അമ്മൂമ്മ ഇവളുടെ പുന്നാര അമ്മൂമ്മയാണല്ലോ എന്ന് കൊച്ചു പറഞ്ഞില്ലല്ലോ. ചില കാര്യങ്ങളെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ല ലച്ചു, നീ നേരത്തെ ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞല്ലേ, എന്തുവായിരുന്നു? അതൊന്നുമില്ല. പറ ലച്ചു, എന്തുവാന്ന് പറഞ്ഞോടമ്മ. കഴിക്കാൻ നോക്കി. കൊച്ചിനും അറിയാവോ? ചുമ്മാ ഇരി അമ്മൂമ്മ, അവള് വെറുതെ ഓരോന്നൊക്കെ പറയുന്നത്. എന്നാലും എന്തോന്ന് പറ. ഒന്നുമില്ല അമ്മൂമ്മ, എല്ലാരും പറയല്ലോ എന്റെ സ്വഭാവം ഭയങ്കര മോശമാണെന്ന്. അതമ്മൂമ്മ എപ്പോഴും പറയും. അതുണ്ടല്ലോ, പറഞ്ഞ കാര്യ സംഗതി. ഇവൻ എപ്പോഴും ചേച്ചിയുടെ സൈഡ് ആണെങ്കിലും ചേച്ചി ഒന്ന് മാറി കഴിഞ്ഞാൽ ഇവനും ഇത് തന്നെ പറയും. നീ പോകുന്നതിനും ഇവിടെ അടിച്ചു കളിക്ക് എട്ടാക്കിട്ടേ പോകുള്ളൂ. അയ്യോ, നീ ഒന്നും പറയാത്ത പോലെ. നിർത്തുങ്കപ്പാ, രണ്ടുപേരും സണ്ട പോടാതീങ്ക. അല്ല ലച്ചു, നീ എന്തോ പറയാൻ വന്നെന്ന് വെച്ചാ അതങ്ങ് പറഞ്ഞാ പോരെ. ഒന്നുമില്ല, എന്റെ ചെറുപ്പത്തിലെ എന്നെ നോക്കിയതും വളർത്തിയതും നിയന്ത്രിച്ചതൊക്കെ അമ്മൂമ്മന്റെ അല്ലേ. അപ്പൊ അമ്മൂമ്മയുടെ കുറെ സ്വഭാവങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓ, അപ്പൊ നിന്റെ കുഴപ്പങ്ങളല്ല ഇപ്പൊ എന്റെ കുഴപ്പം കൊണ്ടായി. പാവം അമ്മൂമ്മ, ചേച്ചി എങ്ങനെ വളർത്തിയതാ? എന്നാലും ചേച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ. വളർത്തിക്കൊണ്ടുവന്ന എല്ലാം എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. എന്നെ വളർത്തിയത് കുഴിപ്പണം തമ്മൂമ്മയാ. കണ്ടോ, ഈ കൊച്ചു നേരം വെളുത്തും മുതൽ എന്നെ തള്ളി പറഞ്ഞോണ്ടിരിക്കുക. ഇനി ഞാൻ കല്ലുവിന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടത്തില്ല. കല്ലൂസേ, ഇങ്ങനെയാണോ അമ്മൂമ്മ അടുത്ത് സംസാരിക്കുന്നത്? സോറി പറഞ്ഞേ. സോറി ഒന്നും പറയണ്ട. സോറി പറഞ്ഞാലും ഞാൻ കല്ലിനോട് മിണ്ടും. കല്ല് രക്ഷപ്പെട്ടു. കല്ലുമ്മാ, ചെല്ലല്ല, ഉനക്ക് സുടു സുടാ നെയ്യിൽ സുട്ട ദോശ എടുക്കട്ടാ? അതൊരു സിംഗില്ലാത്ത ഡയലോഗ് കൂടെ. കല്ലു, ചെല്ലല്ല, ദോശ എടുക്കട്ടാ? വേണ്ട. കഷ്ട. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി ഞാൻ ചെന്നൈ പോകുമ്പോഴത്തേക്കും എവളെ കൂടെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ നിർത്തി സെറ്റാക്കി തിരിച്ചു കൊണ്ടുവരാം. എന്താ പറയുന്നേ? അതിനും ഒരു സിംഗില്ലല്ലോടി. അതെനിക്ക് കാര്യം മനസ്സിലായില്ലേ? സിറ്റുവേഷനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ട്വിസ്റ്റ് ചെയ്യാൻ. ചുട്ടു കൊണ്ടോട്ടെ കുഞ്ഞാ. എന്റെ മക്കളെ കുഴപ്പമില്ലാത്ത അമ്മൂമ്മ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമ്പോ മ്യാമനും കൂടെ വരും. മ്യാമ പിന്നെ ഒരു പണിയും വേലയും കൂലില്ലാണ്ട് വീട്ടിലിരിക്കണേണല്ലോ. മ്യാമ എവിടെ വേണമെങ്കിലും പോവാല. കഷ്ടം. അമ്മ, കുഴിപ്പണത്തെ അമ്മൂമ്മ എനിക്ക് ഫ്രോക്ക് മേടിച്ചു. കുഴിപ്പുറത്തെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചു തരും. അതെന്തൊരു വർത്താനല്ലോ നീ പറഞ്ഞേ. എന്നോട് പറഞ്ഞ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ലയോ? എന്നെ മേടിച്ചിട്ടുണ്ടാ? കുഴിപ്പണത്തെ അമ്മൂമ്മ മേടിച്ചു. ഞാൻ ഈ കൊച്ചിന്റെ ഒരു കാര്യത്തിലും ഇനി ഇടപെടത്തില്ല. ഞാനും അമ്മൂമ്മ എടുത്ത് മിണ്ടൂല. ഇതാ പറയുന്നത് മുള്ളിന്റെ മൂട്ടി മുള്ളേ കിളുക്കത്തുള്ളെന്ന്. ലച്ചു, നിന്റെ മോള് തന്നെ, ഒരു മാറ്റവും ഇല്ല. നിന്നെ മുറിച്ച മുറി തന്നെ. ഞാൻ ലച്ചുവിന്റെ മോളല്ല. പിന്നെ ഭവതി ആരുടെ മോളാണാവോ? ഞാൻ ഫവാന്റെ മോളുടെ മോള്.